ഇതിൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് ജേണി കുറച്ച് മോശമായിരുന്നു. ബാക്കിയുള്ളവരുടെ ജോലി പൊക്കോണ്ടിരിക്കുമ്പോൾ ഞാൻ ഉള്ള ജോലി കളഞ്ഞിട്ടാണ് വരുന്നത്. UPSC ഞാൻ പ്രതീക്ഷിച്ചൊരു ഇത് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഈ ഒരു ഫേസിൽ ഞാൻ എന്താണ് നല്ലവരായിട്ടുള്ളതും അതായത് എഫിഷ്യൻ്റ് ആയിട്ടുള്ളതും എന്നാൽ ഒരു തരത്തിൽ സിസ്റ്റത്തിൻ്റെ ഭാഗമാകാൻ പാടില്ലാത്തതായിട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം ഓരോ ഫയലും ഓരോ ജീവിതവും നമ്മുടെ സീൻ തന്നെ എപ്പോഴും പറയാറുള്ള കേസാണ്. അപ്പം ഏത് ഹയറാർക്കി ലെവലായാലും നിങ്ങൾക്ക് ഇപ്പം മീൻസ് UPSC പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. അപ്പം ഇനി PSCയിലേക്ക് വരണോ എന്നൊക്കെയുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് ഹയറാർക്കി ലെവലായാലും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പബ്ലിക് സർവീസ് തന്നെയാണ്. അപ്പം ഓഫ് കോഴ്സ് ഇപ്പം നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടി പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചുറ്റുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 20-20 മാർക്കും എനിക്ക് അതിനകത്ത് കിട്ടിയെന്നുള്ളതാണ്. അപ്പം എയുടെ ഒക്കെ ഒരു യൂസേജ് വളരെയധികം നിങ്ങൾ മീൻസ് നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് യൂസ് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത്. ഈ പറയുന്ന രീതിയിൽ നമ്മൾക്ക് ഒരു മാസത്തെ സാലറി മുടക്കി കഴിഞ്ഞാൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യും. നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ ഫയലും എന്ന് പറയുന്നത് ഓരോ ആൾക്കാരുടെ ജീവിതമാണ്. അവർക്ക് ഒരു മാസം വരുമാനമില്ലെങ്കിൽ അവരെങ്ങനെ ജീവിക്കുമെന്ന് മാത്രം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മതി. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനും നമ്മുടെ സച്ചിൻ സാറും നമ്മൾ രണ്ടുപേരും KS മെൻറ്ററിൻ്റെ ഫാക്കൽറ്റീസാണ്. അപ്പോൾ നമ്മൾക്കും ഈ പറഞ്ഞ റാങ്ക് ലിസ്റ്റിൻ്റെ ഭാഗമാകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മളെ സഹായിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുക, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ സച്ചിൻ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. നമുക്ക് എന്താണ് കുറേ പേര് എഴുതുന്ന ഒരു എക്സാമാണ്, കുറേ പേര് വളരെ ആസ്പിറൻ്റായിട്ട് നോക്കി കാണുന്ന ഒരു എക്സാമാണ്. അപ്പോൾ അതിൽ ഒരു റാങ്ക് ലിസ്റ്റ് വരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പം അതിൽ തന്നെ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോലിയുടെ ഇടയിൽ നമുക്ക് അധികം ഇതിനു വേണ്ടി എഫേർട്ട് ഇടാനും പറ്റിയിട്ടില്ല. ഇല്ലില്ല. അപ്പോൾ എന്നിട്ട് നമുക്കിതിൽ കയറി പറ്റാൻ പറ്റിയത് വേറെ കുറച്ച് ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിലെന്താ സച്ചിന് തോന്നുന്നത്, നമ്മൾ എന്തൊക്കെയായിരിക്കാം നമ്മൾ ഈ പറഞ്ഞ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിപ്പെടാനായിട്ട് നമ്മളെ സഹായിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും 2 സെപ്പറേറ്റ് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്. അപ്പം അതിൽ നമ്മുടെ പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് ഒരു എഡ്ജ് ഉണ്ടാവും. പക്ഷേ ബാക്കിയുള്ള സബ്ജക്റ്റുകളെല്ലാം ബാക്കിയുള്ള ആസ്പിരൻസിനെ പോലെ തന്നെ നമ്മൾ മീൻസ് പഠിച്ചെടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പം അതിലേക്ക് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്തത് PYQ അനാലിസിസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ KS മെൻറ്ററിൻ്റെ ഒരു പ്രവർത്തനം തന്നെ PYQ ബേസിസിലാണ് പൊതുവെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ PYQ ഇസ് ദ കീ എന്നാണ് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്. അതെ, ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നത്, ഞാൻ ഹിസ്റ്ററി പഠിപ്പിക്കുന്നുണ്ട്, അതുപോലെ എക്കണോമിക്സും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 2 സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പ്രീവിയസ് ഇയറിൻ്റെ ഒരു വലിയൊരു ഡേറ്റാബേസ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഓരോ ഡേറ്റാബേസ് എടുത്ത് ഇതിനൊന്ന് അറേഞ്ച് ചെയ്യും. എന്തൊക്കെയാണ് നമ്മളൊരു സ്റ്റുഡൻറ്റിന്, അതായത് ഈ പറഞ്ഞ എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന ഒരു കുട്ടി എന്തൊക്കെ കാര്യങ്ങൾ ആ ഒരു എക്സാമിന് വേണ്ടി പഠിച്ചിരിക്കണം, മാൻഡേറ്ററി ആയിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ഇതിനനുസരിച്ചാണ് ക്ലാസ് പ്ലാൻ ചെയ്യുന്നത്. സോ ആ ഒരു കാര്യം നമ്മളുടെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അത് നമ്മൾക്ക് ഒരുപാട് ഗുണകരമായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതുമാത്രമല്ല, നമുക്ക് ടെസ്റ്റ് സീരീസിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അതാണല്ലോ ഇതിൻ്റെ ഏറ്റവും വലിയ കോർ എന്ന് പറയുന്നത്. ഓക്കെ, അതിലെന്താ സച്ചിന് തോന്നുന്നത്? ഇപ്പോൾ ടെസ്റ്റ് സീരീസിൻ്റെ ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ പേപ്പർ സെക്കൻഡ് പേപ്പറിൽ നമ്മൾ ഒരുപാട് നമ്മുടെ പൊളിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ്. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഉണ്ടായിരുന്നു, ഗവേണൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ ടെസ്റ്റ് സീരീസിൽ ക്വസ്റ്റ്യൻസ് ഇടുന്നത് നമ്മൾ തന്നെയാണ്. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ ഇടുന്നതിൻ്റെ സമയത്ത് നമ്മൾ ഒരുപാട് അത് റിസർച്ച് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് PYQ മുന്നേ ചോദിച്ചിട്ടുള്ളത്, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് ആ ഒരു അനാലിസിസ് എടുത്തിട്ടാണ് നമ്മൾ ടെസ്റ്റ് സീരീസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അപ്പോൾ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എന്തായാലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു പ്രോസസ്സ് കുറച്ചുകൂടെ ഒന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവരുടെ പ്രിപ്പറേഷൻ ഒരുപാട് ഗുണകരമായിട്ട് അവർക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് മാനുവലി ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ ഒരു പ്രത്യേകിച്ച് നമ്മുടെ ഒരു പാറ്റേൺ ചേഞ്ച് ഉണ്ടായിട്ടുള്ള ഒരു സമയം തൊട്ടുള്ള ചോദ്യ പേപ്പറുകൾ ഒരു 2020-21 തൊട്ട് നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ 25 വരെയുള്ള പേപ്പേഴ്സ് അല്ലേ, ഇത്രയും വർഷത്തെ പേപ്പേഴ്സ് എടുത്ത് വെച്ചിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും PSCക്ക് ഈ പറയുന്ന സിലബസിലെ എല്ലാ ഏരിയ ഒന്നും ഇഷ്ടമല്ല. അവർക്ക് വളരെയധികം താല്പര്യമുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. ഈ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാവും. നമ്മളൊരു ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന നമുക്ക് ചില വെളിപാടുകൾ കിട്ടും. ഓക്കെ, ഇതൊക്കെയാണ് അവർ റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന കണക്ക് കുറച്ച് ഏരിയാസ് നമുക്ക് മാറ്റിവെക്കാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിലബസിൻ്റെ ഒരു 100% ഒരു സിലബസ് ആണെങ്കിൽ അതിനകത്തുനിന്ന് ഒരു 20% ഏരിയയിൽ നിന്നാണ് ശരിക്കും 80% ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കുട്ടിയെ ഒരു കാര്യം പഠിപ്പിക്കുന്ന സമയത്ത് ഈ പറയുന്ന നിങ്ങൾ ഈ 100% നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകണം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഈ 80% ചോദ്യം വരുന്ന ആ ഒരു 20% ഏരിയ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്ത് അവിടെ കൂടുതൽ ഫോക്കസ്, കൂടുതൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അവന് വളരെ സ്മാർട്ടായിട്ട് മിനിമം ടൈമിലുള്ള ആ ഒരു പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു അപ്രോച്ച് നമ്മൾ അപ്പോൾ ടെസ്റ്റ് സീരീസ് എടുക്കുമ്പോഴും നമ്മൾ ഇതുപോലെ ഈ സെഗ്രിഗേറ്റ് ചെയ്ത് എന്താണ് കുറച്ച് ടോപ്പിക്കുകൾ മാറ്റി വയ്ക്കുന്നു. നിങ്ങളുടെ ഈ പറഞ്ഞ ഒരു ടെസ്റ്റ് സീരീസിൽ ഈ പറയുന്ന എല്ലാ ടോപ്പിക്കിൽ നിന്നും
എല്ലാ ടൈപ്പിലുള്ള ചോദ്യങ്ങളും വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തും. അതും PSCയുടെ ആ ഒരു പാറ്റേണോട് ചേർന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ PSC ഇനി അതിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചുള്ള ചില ചോദ്യങ്ങളോട് നമ്മൾ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താറുണ്ട്. പ്രത്യേകിച്ച് PSC എപ്പോഴും UPSC ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. UPSCയിൽ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് PSCയിലും വരും. ഇപ്പോൾ കഴിഞ്ഞ 25 പേപ്പർ കണ്ടപ്പോഴും നമുക്കത് മനസ്സിലായതാണ്. ഈവൻ മാത്സിലെ ചോദ്യങ്ങൾ പോലും UPSCയുടെ CSAT ചോദ്യങ്ങൾ അതുപോലെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ സെക്കൻഡറി ടെസ്റ്റിന്റെ മെയിൻസ് ചോദ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എക്സാക്ട് 2022 UPSC ചോദ്യം, പ്രിലിംസിന്റെ ചോദ്യം അതുപോലെ വന്നിട്ടുണ്ട്. സോ UPSC കൊണ്ടുവരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് PSCയിലും ആ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി. അപ്പൊ അതനുസരിച്ചിട്ട് ടെസ്റ്റ് സീരീസിൽ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ ചോദ്യം എക്സാം ഹോളിൽ വെച്ച് ആദ്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അപ്പൊ അങ്ങനെ ഒരു ഞെട്ടൽ ഉണ്ടാകാതിരിക്കാനായിട്ട് ഇത് ടെസ്റ്റ് സീരീസിൽ കൊണ്ടുവന്ന് അവരെ ആദ്യമേ നമ്മളൊന്ന് ഞെട്ടിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ടെസ്റ്റ് സീരീസിൽ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇനി ബാക്കി എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റും? സോ അടുത്ത ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ മെൻറ്റർഷിപ്പാണ്. അപ്പം നമുക്കിവിടെ ഒരുപാട് കുട്ടികൾ നമ്മുടെ അടുത്ത് മെൻറ്റർഷിപ്പിന് വരാറുണ്ട്. അപ്പം ഈ ഒരുപാട് കുട്ടികൾ വരുമ്പോൾ പല കുട്ടികൾക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും. ഓക്കെ, അപ്പം ചിലപ്പം എന്താ പറയുക, പല കെയർലെസ് മിസ്റ്റേക്ക് കൊണ്ട് തെറ്റിക്കുന്നവരുണ്ടാവും, ലോജിക്ക് അപ്ലൈ ചെയ്യാതെ തെറ്റിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ സമയം കുറവ് കൊണ്ട് തെറ്റിക്കുന്നവരുണ്ടാവും, മീൻസ് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരുന്നവർ. അപ്പം ഇതെന്നൊക്കെ പറയുന്നത് ആക്ച്വലി നമുക്ക് ഈ ഒരു ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ മുന്നിൽ വരുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ, അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്ത് അത് പറഞ്ഞു കൊടുത്ത് റെക്ടിഫൈ ചെയ്യുമ്പം ഈവൻ നമ്മളും കൂടിയാണ് ആ ഒരു പ്രശ്നത്തെ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മുടെ പ്രിപ്പറേഷനിൽ ആ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മളത് പ്രിഫറൻസ് കൊടുക്കും എന്നുള്ളതാണ്. ആ പ്രശ്നങ്ങൾ നമ്മുടെ പ്രിപ്പറേഷനിൽ വരാതിരിക്കാം. അപ്പോൾ അതും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ടെസ്റ്റ് സീരീസ് പ്ലസ് മെൻറ്റർഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇവിടുത്തെ കുട്ടികളോട് ചോദിച്ചാലും അല്ലെങ്കിൽ അവർക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പം നമ്മൾ എത്രത്തോളമാണ്, മീൻസ് ഓരോ ഏരിയയിൽ നിന്ന് അവർക്ക് എങ്ങനെ തെറ്റുന്നു, എത്ര മാർക്ക് അവർക്ക് വരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും എവിടെയാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്, ഏത് ഏരിയയിലാണ്, ഏത് സബ്ജക്റ്റിലാണ്, അല്ലെങ്കിൽ ഏത് ടോപ്പിക്കാണ്, എന്താണ് സ്വന്തം ഇഷ്യൂ എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് ഒരു മെൻറ്റർഷിപ്പിനോട് മാത്രമേ ഒരു ആസ്പിരൻറ്റിന് മനസ്സിലാക്കാൻ പറ്റൂ. അത് കൃത്യമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചുള്ള യൂസ് നമുക്കും കിട്ടും. റീസെന്റ് ആയിട്ട് നടന്നുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പറയാം. ഇപ്പോൾ പ്രിലിംസ് എടുക്കാറായി അല്ലേ, ചിലർക്ക് May 2-നൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള എക്സാം വന്നിട്ടുള്ളത്. അയ്യോ സാറേ ജോഗ്രഫി പഠിച്ചിട്ടില്ല, അയ്യോ സാറേ ഹിസ്റ്ററി പഠിച്ചിട്ടില്ല. ശരിക്കും പ്രിലിംസ് പാസ്സാകാൻ നമുക്ക് എത്ര മാർക്ക് വേണം? നമുക്ക് ശരിക്കും അതാണ് പറഞ്ഞത്, ഓരോ എക്സാമിനും വേണ്ട രീതിയിലുള്ള അപ്രോച്ചാണ് നമ്മൾ എടുക്കാനുള്ളത്. അപ്പോൾ മെയിൻസിനായിട്ടുള്ള അപ്രോച്ച് അല്ല ശരിക്കും പ്രിലിംസിന് വേണ്ടത്. പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപോലെയാണെങ്കിലും ഇപ്പോൾ മെയിൻസിന് പ്രിലിംസ് പാസ്സാകാനായിട്ട് നമുക്ക് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ നോക്കുകയാണെങ്കിൽ 43 അല്ലെങ്കിൽ 49, പോട്ടെ ഒരു 50-55 മാർക്കിനിടയ്ക്ക് മതി അല്ലേ. ബാക്കി നമുക്ക് ഇത്രയും മാർക്ക് വിടാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട്. അത് വിടുന്നത് നല്ലതാണ് എന്നല്ല പറയുന്നത്, പക്ഷേ നിങ്ങൾക്ക് സമയം തീരെ ഇല്ല, ഒരു നിവൃത്തിയുമില്ല, പക്ഷേ പ്രിലിംസ് നിങ്ങൾക്ക് പാസ്സായേ പറ്റൂ എന്നുള്ളെങ്കിൽ അതിന് ഒരുപാടായിട്ടുള്ള സ്മാർട്ട് അപ്രോച്ചുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ മെൻറ്റർഷിപ്പിലാണ് കറക്റ്റായിട്ട് പറയുന്നത്. അപ്പോൾ അത് കാരണം ഒരുപാട് പേര്, അതായത് ഇത്ര ഉണ്ട് എനിക്ക് പഠിക്കാനുള്ളത്, അത് ശരിക്കും റിയാലിറ്റി ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു റിലീഫുണ്ട് അല്ലേ. അതവർക്ക് സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് വളരെ വലുതാണ്. മെൻറ്റർഷിപ്പിലൂടെയാണ് നമ്മളത് നടത്തി കൊടുക്കുന്നത്. അതെ, അപ്പോൾ ടെസ്റ്റ് സീരീസ് മാത്രം കൊണ്ടും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ആ ടെസ്റ്റ് സീരീസിൽ നമ്മൾ എവിടെ എങ്ങനെ തെറ്റിക്കുന്നു എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് സ്റ്റുഡൻസിന് അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുന്നത്. സോ ഇത് ചെയ്യുമ്പോൾ തന്നെ ഗ്രാജുവലി നമ്മൾക്കും എന്ത് ചെയ്യുന്നത് ഒരുപാട് ഹെൽപ്ഫുള്ളായി മാറുന്നുണ്ട്. കാര്യം ഇത്രയും ഒരു ദിവസം തന്നെ പല രീതിയിൽ പല തരത്തിലുള്ള തെറ്റുകളാണ് നമ്മൾ കാണുന്നത്. സോ ഈ തെറ്റുകൾ സ്വാഭാവികമായിട്ടും നമ്മളിൽ ആവർത്തിക്കാതിരിക്കാനായിട്ട് നമ്മൾ കഴിവതും ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം സച്ചിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ, സച്ചിൻ കുറേ നാൾ ഗൾഫിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ് അല്ലെ. ഇപ്പം പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നാട്ടിൽ നിൽക്കണം, നമ്മുടെ ഒരു സർക്കാർ ജോലി കിട്ടി സമാധാനമായിട്ട് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ തിരിച്ചു വന്നത് തുടങ്ങിയാലോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് PSCയുടെ പ്രായപരിധി 40 ആക്കിയ ഒരു സ്ഥിതിയിൽ. അപ്പോൾ സച്ചിൻ തിരിച്ചു വന്നു, ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം എടുത്തു. എന്നിട്ട് ഒരു കോമ്പറ്റീവ് എക്സാമിന് പഠിച്ചു തുടങ്ങി, ഒരു സബ്ജക്റ്റിൽ വളരെ ആഴത്തിലുള്ള അറിവുണ്ടാക്കി, ഇപ്പോൾ അതിൽ ഫാക്കൽറ്റിയായി, റാങ്ക് ലിസ്റ്റിന്റെ ഭാഗമായി അല്ലേ. അപ്പോൾ സച്ചിൻ ഈ പറഞ്ഞ കോമ്പറ്റീവ് എക്സാമായിട്ട് ഒരു ടച്ചിലില്ലായിരുന്ന ഒരു വ്യക്തിയാണ് അല്ലെ, ഫ്രഷ് ആയിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ശരിക്കും ഇത് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. സോ അവരോട് സച്ചിൻ എന്താ പറയാനുള്ളത്? അതായത് ഇപ്പം ഏറ്റവും വലിയ ചോദ്യം, ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് അടക്കം ചോദിക്കാറുണ്ട്, ഗൾഫിലുള്ളവരൊക്കെ നാട്ടിൽ വന്ന് PSC പ്രിപ്പയർ ചെയ്ത കാര്യമുണ്ടോ. അപ്പം ഞാൻ എക്സാമ്പിളായിട്ട് പറയുന്നത് എന്നെ തന്നെയാണ്. അപ്പം ഞാൻ UPSC പ്രിപ്പറേഷൻ വഴിയാണ് വന്നത്. ആക്ച്വലി 28ാമത്തെ വയസ്സിലാണ്. അപ്പോൾ വയസ്സിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. ജനറൽ കാറ്റഗറിയാണ്. അപ്പം 32 വയസ്സ് വരെ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിൽ ഒക്കെ പറഞ്ഞു, വലിയൊരു റിസ്ക്. അതെ, ഭയങ്കര റിസ്ക് ആയിരുന്നു. പ്രത്യേകിച്ച് കൊറോണ സമയത്താണ് ഞാൻ ജോലി വിടുന്നത്. അപ്പം ആക്ച്വലി നല്ല സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ജോലിയായിരുന്നു അത്. ബാക്കിയുള്ളവരുടെ ജോലി പൊക്കോണ്ടിരിക്കുമ്പം ഞാൻ ഉള്ള ജോലി കളഞ്ഞിട്ടാണ് വരുന്നത്. കാരണം ഈ അറ്റൻഡ് പോയിക്കൊണ്ടിരിക്കുന്ന കാരണമാണ്. അപ്പം ഞാൻ വന്നു. UPSCയിൽ ഞാൻ പ്രതീക്ഷിച്ചൊരു എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പം അതും ഇതിൻ്റെ ഇഷ്യൂ വരുന്നത് മീൻസ് മെൻറ്റർഷിപ്പ് കാര്യങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് കിട്ടാത്തതുകൊണ്ടും കൂടിയാണ്. അപ്പം ആ ഒരു അനാലിസിസ് എനിക്ക് അതിൽ നിന്ന് കിട്ടി. പിന്നെ ഞാൻ UPSC ഇത് കഴിഞ്ഞപ്പോൾ PSCയിലേക്ക് വരണോ, ഓക്കെ, അപ്പം എൻഡ് ഓഫ് ഡേ ഞാൻ ആഗ്രഹിച്ച ഒരു ഗവൺമെൻറ് സർവീസ് തന്നെയാണ്.
ഏത് ഹയറാർക്കി ലെവലായാലും ഗവൺമെൻറ് സർവീസിലേക്ക് ഒരാൾ കയറിയാൽ ഓക്കെ എൻഡ് ഓഫ് ദി ഡേ ചെയ്യുന്ന ജോലി ജനസേവനം തന്നെയാണ്. അപ്പം ഹയറാർക്കി ലെവൽ മാറുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഓക്കെ മീൻസ് എന്നാൽ PSC ട്രൈ ചെയ്യാം, അങ്ങനെ ട്രൈ ചെയ്ത് തുടങ്ങിയതാണ്. അപ്പം എനിക്ക് കൃത്യമായിട്ട് അതിനകത്ത് മനസ്സിലായ ഒരു കാര്യം PYQസും കാര്യങ്ങളും, അപ്പം നമുക്കൊരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്താണ് നമ്മുടെ പ്രശ്നം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ മുന്നോട്ട് പോയത്. അപ്പം എനിക്കിപ്പം പ്രിപ്പറേഷൻ സ്റ്റേജിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനൊരു ജോലി മീൻസ് ആഗ്രഹിക്കുന്നവരോട്, അപ്പം 40 വയസ്സായി ഞാൻ പ്രിപ്പയർ ചെയ്യണം, നിങ്ങൾക്ക് പറ്റും. അതായത് 28ാമത്തെ വയസ്സിൽ ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ പഠിത്തം കഴിഞ്ഞിട്ടൊക്കെ മീൻസ് എല്ലാ ടച്ചും വിട്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാം ഒന്നേ തുടങ്ങേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഇപ്പം ഞാനത് തുടങ്ങി. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത് കൺസിസ്റ്റൻസി തന്നെയാണ്. അപ്പം എല്ലാ ദിവസവും പഠിക്കണം. അതായത് നമുക്കറിയാത്ത ടോപ്പിക്ക് ഇഷ്ടംപോലെ ഉണ്ടാവും, സബ്ജക്റ്റുകളുണ്ടാവും. അതെല്ലാം കൃത്യമായിട്ട് നല്ല ഫോക്കസോട് കൂടി പഠിക്കാനുള്ള ഒരു കൺസിസ്റ്റൻസിയും അല്ലെങ്കിൽ ഹാർഡ് വർക്ക്, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സ്ട്രഗിൾസ് ഒബീസ്ലി ഉണ്ടാവും. 28ാമത്തെ വയസ്സിൽ എല്ലാവരും സെറ്റിൽ ആവുന്ന ഒരു സമയത്ത് ജോലി വിട്ടിട്ട് വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. ആ റിസ്ക് ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. അപ്പം അത് ഫൈനാൻഷ്യലി ആയിക്കോട്ടെ, ഒരു സ്റ്റേബിൾ ലൈഫ് ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും ആ റിസ്ക് ഇപ്പോഴും ഉണ്ട്. ബട്ട് എന്നിരുന്നാലും ഞാൻ അതിനേക്കാളെല്ലാം പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത് എന്താണ് ഞാൻ എയിം ചെയ്തത്, ഓക്കെ അത് ഗവൺമെൻറ് സർവീസ് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കൺസിസ്റ്റൻസിയും ഹാർഡ് വർക്കും ഉണ്ടെങ്കിൽ ആർക്കും അത് പറ്റും എന്നുള്ളതാണ്. ആ ഡിറ്റർമിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ അല്ലെങ്കിൽ എടുക്കാൻ പറ്റിയാൽ, പിന്നെ ഒരു സപ്പോർട്ടീവ് സിസ്റ്റം, ഒബിയസ്ലി പാരൻസിനെ നന്ദി പറയണം, ഫ്രണ്ട്സിനെ പറയണം, അനിയനെ പറയണം. അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ടീവ് സിസ്റ്റം. വിജയം എന്ന് പറയുന്നത് കേവലം നമ്മളിൽ മാത്രം ചുരുങ്ങുന്ന ഒന്നല്ല. അതെ, ഒരുപാട് പേര് അതിന് പങ്ക് വഹിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു വിജയത്തിൽ. ഉറപ്പായിട്ടും. അപ്പം അങ്ങനെ ഒരു സപ്പോർട്ടീവ് സിസ്റ്റം കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും, അല്ലെങ്കിൽ മീൻസ് ലൈഫ് ഒന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ ആ കിട്ടിയ ചാൻസ്, ഈ ഒരു സപ്പോർട്ടീവ് സിസ്റ്റം മീൻസ് എന്താ പറയുക, നിങ്ങൾക്ക് അത്രത്തോളം ഉറപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ മീൻസ് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ച് നോക്കുന്നതിന് തെറ്റൊന്നുമില്ല. അതിന് നിങ്ങൾക്ക് പറ്റും. അതിന് എക്സാമ്പിളാണ് ഞാൻ. ഓക്കെ, ഒന്നും ഇല്ലാത്തതിൽ നിന്നാണ് ഞാൻ പഠിച്ചു തുടങ്ങി ഇവിടം വരെ. ഇപ്പോൾ ഇത് ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അതിൽ വീട്ടമ്മമാരുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് ചിലപ്പം 10 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, മാറ്റർ ചെയ്യുന്നേ ഇല്ല. ചിലപ്പോൾ ഈ പറഞ്ഞ വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റു പല രീതിയിൽ ഇപ്പം പ്രൈവറ്റ് ഫേമിൽ നിന്നൊന്ന് മാറി അവർക്ക് പറ്റുന്ന രീതിയിൽ ഒരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നു. ആ ഗവൺമെൻറ് ജോലിയുടെ സ്റ്റെബിലിറ്റിയേക്കാൾ ഉപരി സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇത് എങ്ങനെയുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ പ്രായം അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഇതൊന്നും തന്നെ മാറ്റർ ചെയ്യുന്നില്ല എന്നുള്ളത് 100% പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും പ്രത്യേകിച്ച് 40 വയസ്സാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 40 വയസ്സെന്ന് പറയുന്നത് എത്രമാത്രം നിങ്ങൾക്ക് സമയം ഇനിയും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടോ ഇനി നിങ്ങൾ എന്ത് പഠിച്ചു എന്നുള്ളതോ ഒന്നും തന്നെ മാറ്റർ ചെയ്യുന്നില്ല. ശരിക്കും വേണ്ട രീതിയിൽ എക്സാമിനെ മനസ്സിലാക്കിക്കൊണ്ട് എക്സാമിന് എന്ത് വേണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രിപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ ചുരുങ്ങിയ സമയത്തുള്ളിൽ തന്നെ നിങ്ങൾക്കും ഈ പറഞ്ഞ സർക്കാർ ജോലി നേടിയെടുക്കാൻ പറ്റും. അത് വലിയൊരു ബാലികറ മലയൊന്നും അല്ല എന്നുള്ളത് വീണ്ടും നമുക്കൊന്ന് അവരൊന്ന് ഓർമ്മപ്പെടുത്താം. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, സോ എല്ലാവരും മീൻസ് ഈ പ്രിപ്പറേഷനിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കുക, വരിക എന്നുള്ളതാണ്. കാര്യം അതിന് ഒരുപാട് റിസ്കുകളുണ്ട്. കാര്യം ഇപ്പോൾ ചിലപ്പോൾ ഒരു ജോലി വിടുമ്പോഴത്തേക്കും ഈ പറയുന്ന രീതിയിൽ സ്ട്രഗിൾസ് എന്തായാലും ഉണ്ടാവും. ചില സമയം നമ്മൾ ആലോചിക്കുന്നത് എന്തിനാ വേണ്ടി ഇങ്ങനെ പഠിക്കുന്നത്. നമ്മളെ കൂടെയുള്ള ആൾക്കാർ, കൂടെ പഠിച്ച ആൾക്കാർ ചിലപ്പം പ്രൈവറ്റിൽ കയറി വളരെ രീതിയിൽ സമ്പാദിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് ഉണ്ട്. അപ്പോൾ എന്തിനാണ് ശരിക്കും ഗവൺമെൻറ് ജോലി, ഒരു ഗവൺമെൻറ് സെക്ടറിൽ കയറുക എന്ന് പറയുന്നത്, ആ ഒരു തീരുമാനം എടുക്കുന്നത് പോലും ഒരു വലിയൊരു തീരുമാനമാണ്. സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു തീരുമാനമല്ല. അപ്പോൾ ആ ഒരു തീരുമാനം എടുത്ത് നിങ്ങൾ ചെയ്യുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യം നേടിയെടുക്കാനായിട്ടാണ്. സോ അതിന് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള എഫേർട്ടുകൾ തന്നെ വേണ്ടി വരും. സോ അതിന് വേണ്ട കുറച്ച് സ്ട്രഗിൾസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ്, അത് ഭാവിയിൽ നമുക്ക് ഒരുപാട് ഗുണകരമായി മാറുന്നു എന്ന് നമുക്ക് തന്നെ ചില സമയത്ത് മനസ്സിലാവും. സോ ഈ പറഞ്ഞ പോലെ ഈ ടൈം പീരീഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം അല്ലെങ്കിൽ തൊട്ടടുത്ത എക്സാമിൽ നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പോൾ അത് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്, കൺസിസ്റ്റൻസി. ഇപ്പം ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 5 വർഷത്തോളമായി. അപ്പോൾ 5 വർഷം കഴിയുമ്പോഴാണ് എനിക്ക് അതിനകത്തൊരു റിസൾട്ട് വരുന്നത്. അപ്പം അത് UPSC ആയതുകൊണ്ടാട്ടോ. PSC 5 വർഷം പ്രിപ്പയർ ചെയ്തു എന്നല്ല. ഞാൻ PSCയിലേക്ക് വന്നിട്ട് ഇപ്പം 1.5 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അപ്പം ഒരു 1 ഇയർ കറക്റ്റ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ PSCക്ക് വേണ്ടി ഇരുന്ന് പഠിച്ചിട്ടുമില്ല. ഇല്ല, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതെ, അതും ശരിയാണ്. അപ്പം ഒരു 1 ഇയർ കൃത്യമായിട്ട് നല്ലൊരു മെൻറ്റർഷിപ്പും ടെസ്റ്റ് സീരീസും ക്ലാസ്സും ഒക്കെ എടുത്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ തന്നെ പറയുന്നതാണ്. അപ്പം ഞാൻ അത് വെറുതെ ഒരു പ്രൊമോഷന് വേണ്ടി പറയുന്നതല്ല. അപ്പം നിങ്ങൾക്ക് അത് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. ലൈഫ് ഒന്നേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പം കൃത്യമായിട്ട് മെൻറ്റർഷിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങളതിൽ എൻഷുർ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്. അതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇപ്പം നമുക്ക് ടൈം എടുത്തു അല്ലേ, കുറച്ച് ടൈം എടുത്തിട്ടാണ് റിസൾട്ടുകൾ വന്നു തുടങ്ങിയത്. നമ്മൾ ഒരുപാട് തെറ്റായിട്ടുള്ള വഴികളിലൂടെ പോയി. അപ്പം അന്ന് നമ്മളെ തിരുത്തി തരാനൊന്നും ആരും ഇല്ലായിരുന്നു. ഈ പറഞ്ഞ ഈ റൂട്ട് തെറ്റാണ് അല്ലെങ്കിൽ ഇത്രമാത്രം എഫേർട്ട് ഇവിടെ ഇടേണ്ട ആവശ്യമില്ല.
പക്ഷെ ഇന്നത്തെ അവസ്ഥ അതല്ല. ഇന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റി നമ്മുടെ ചുറ്റുമുണ്ട്. ഉം. ഈവൻ ഇപ്പൊ പോലും ഇത്രമാത്രം ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു സ്ഥിതിക്ക് നമ്മുടെ മുന്നിൽ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. സോ അത് എയുടെ കേസ് പറഞ്ഞ പോലെ അതെ എ ഒക്കെ വളരെയധികം നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം ഞാൻ എൻ്റെ പ്രിപ്പറേഷനിൽ എ ഒക്കെ വളരെയധികം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഇപ്പം സെക്കൻഡ് പേപ്പർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. UPSC എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു എങ്കിൽ കൂടി ഞാൻ അതിൽ ഒരു സ്റ്റാൻഡേർഡ് ബുക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ നോട്ടുകളെല്ലാം എക്ക് കൊടുത്തിട്ട് ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യാൻ, അതായത് ഒരു UPSC ലെവൽ PSC ലെവൽ ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യണം. അപ്പം നമുക്കറിയാം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ 20 മാർക്കാണ്. അതെ പക്ഷേ ഞാൻ ജനറേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഏകദേശം 500 ഉണ്ടാവും. അപ്പോൾ ഇതിരുന്ന് വായിച്ച് പഠിച്ചിട്ടാണ് ആക്ച്വലി എനിക്ക് ആ 20 മാർക്കിൽ ഈ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഒരുപാട് അതെ ഹെൽപ്ഫുൾ ആണെന്ന് നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോഴാണ് ശരിക്കും അതെ നമ്മൾ അതെ മനസ്സിലാക്കുന്നത്. 20ൽ 20 മാർക്കും എനിക്ക് അതിനകത്ത് കിട്ടിയെന്നുള്ളതാണ്. അപ്പം എയുടെ ഒക്കെ ഒരു യൂസേജ് വളരെയധികം നിങ്ങൾ മീൻസ് നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് യൂസ് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത്. കാര്യം അതിൽ അതിപ്പോൾ ജസ്റ്റ് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന മാത്രമല്ല, നിങ്ങൾക്കൊരു കൺസെപ്റ്റ് മനസ്സിലായിട്ടില്ല. സിമ്പിളായിട്ട് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മതി. ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന പോലെ ഇതൊന്ന് പറഞ്ഞു ഒരു കൊച്ചു കുട്ടിക്ക് പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു തരുന്ന പോലെ, പ്രത്യേകിച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഇപ്പോൾ ജോഗ്രഫിയുടെയോ എക്കണോമിക്സിൻ്റെ ഒക്കെ കൺസെപ്റ്റുകൾ ഈസി ആയിട്ട് അത് പറഞ്ഞു തരും. സോ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഒരുപാട് ടൂൾസും ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ഇതിനെ കൃത്യമായിട്ട് വിനിയോഗിച്ചു കഴിഞ്ഞാൽ, അതാണ് ഞാൻ പറഞ്ഞത്, പണ്ടത്തെ പോലെ അത്ര പാടുള്ള കാര്യമല്ല. ഇതിനെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുക, അത് യൂട്ടിലൈസ് ചെയ്യുക, വിജയം കണ്ടെത്തുക. അത്രയും എളുപ്പത്തിൽ നമുക്ക് എത്താൻ ഇത് പറ്റും. കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും മീൻസ് റിസോഴ്സ് വളരെ കൂടുതലാണ്. അപ്പം റിസോഴ്സും അതുപോലെ ടെക്നോളജി എല്ലാം വളരെ കൂടുതലാണ്. അപ്പം അതെങ്ങനെ നിങ്ങളെ കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ എക്സാക്ട്ലി പോലുള്ള അതെ. ഫാക്കൽറ്റീസിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മളത് നമ്മുടേതായ എക്സ്പീരിയൻസിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ. സോ അനന്തൻ, ഇപ്പം സെക്രട്ടേറിയറ്റിൽ കയറി കഴിഞ്ഞാൽ, ഇപ്പം അതാണല്ലോ ആഗ്രഹം, അപ്പോൾ കയറി കഴിഞ്ഞാൽ എന്താണ് അവിടെ ചെയ്യാൻ അനന്തൻ പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ആ മോട്ടിവേഷൻ ഫാക്ടർ എന്ന് വന്നിട്ടുള്ളത്? ഇതിന്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് ജേണി കുറച്ച് മോശമായിരുന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ. എൻ്റെ അച്ഛൻ ഗവൺമെൻറ് സർവീസിലുണ്ടായിരുന്ന ആളാണ്. ഗവൺമെൻറ്റിൽ ഇരുന്നപ്പോൾ തന്നെ അച്ഛന് അസുഖം വന്നു. അപ്പോൾ അച്ഛൻ പിന്നെ ജോലിക്ക് പോകാൻ പറ്റാതായി. അപ്പോൾ ഈ അച്ഛൻ്റെ കുറേ ജോലി സംബന്ധമായിട്ടുള്ള ഒരുപാട് ഫയൽസ് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരുപാട് തവണ കയറി ഇറങ്ങേണ്ടി വരുന്നുണ്ട്. ഒരുപാട് ഗവൺമെൻറ് ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരുന്നുണ്ട്. അത് വർഷങ്ങളായിട്ട് ഇപ്പോഴും പണ്ടോട്ടേ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും മുടങ്ങാതെ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു ഫേസിൽ ഞാൻ എന്താണ് നല്ലവരായിട്ടുള്ളതും, അതായത് എഫിഷ്യൻ്റ് ആയിട്ടുള്ളതും, എന്നാൽ ഒരു തരത്തിൽ സിസ്റ്റത്തിൻ്റെ ഭാഗമാകാൻ പാടില്ലാത്തതായിട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. അതിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു വ്യക്തി, എൻ്റെ ഹെഡായിട്ടിരിക്കുന്ന ഒരു വ്യക്തി, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ അത്ര നല്ല പേരൊന്നുമല്ല, പക്ഷെ ആ ഒരു ഒറ്റ വ്യക്തിയുടെ പ്രവർത്തനം കാരണം ആ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ മറ്റേ തമാശയ്ക്ക് പറയില്ലേ, ഞാൻ മാറിയതുകൊണ്ട് ഇവിടെ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് പറയില്ലേ. പക്ഷെ അത് ശരിക്കും തെറ്റാണെന്ന് എനിക്ക് അന്നത്തെ ഒരു ദിവസം കൊണ്ട് മനസ്സിലായി. കാര്യം ആ ഒരു ഹെഡായിട്ടിരിക്കുന്ന വ്യക്തിയുടെ മാത്രം ആറ്റിറ്റ്യൂഡിൽ ഒരു ചേഞ്ച് വന്നപ്പോഴത്തേക്കും ആ എൻ്റെ സിസ്റ്റം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഏത് ഹയറാർക്കി ലെവലായാലും പറ്റൂലേ? ഓഫ് കോഴ്സ് ഇപ്പം നമ്മൾ ചെയ്യുന്ന ഡ്യൂട്ടി പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചുറ്റുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റുപാട് ഇരിക്കുന്ന ആരും ഒരു ഡ്യൂട്ടിയും ചെയ്യുന്നില്ല, കറക്റ്റായിട്ട് അവരുടെ ഡ്യൂട്ടി ഫോളോ ചെയ്യുന്നില്ല എന്ന് എഴുതി പോയി, എന്നാൽ പിന്നെ ഞാനും അങ്ങനെ ആയിക്കളയാം അങ്ങനെ വിചാരിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മളുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുക. ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കുക, ഈ പറയുന്ന രീതിയിൽ നമ്മൾക്ക് ഒരു മാസത്തെ സാലറി മുടക്കി കഴിഞ്ഞാൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യും. നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ ഫയലും എന്ന് പറയുന്നത് ഓരോ ആൾക്കാരുടെ ജീവിതമാണ്. അവർക്ക് ഒരു മാസം വരുമാനമില്ലെങ്കിൽ അവരെങ്ങനെ ജീവിക്കുമെന്ന് മാത്രം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മതി. നമ്മുടെ മുന്നിൽ വരുന്ന അപ്പോൾ ഇത് മാത്രമല്ല, എൻ്റെ മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഇത് മാത്രമേ ഉള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമുക്കറിയാം ഓരോ ഫയലും ഓരോ ജീവിതവും നമ്മുടെ സി എം തന്നെ എപ്പോഴും പറയാറുള്ള കേസാണ്. അപ്പം ഏത് ഹയറാർക്കി ലെവലായാലും നിങ്ങൾക്ക് ഇപ്പം മീൻസ് UPSC പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും, അപ്പം ഇനി PSCയിലേക്ക് വരണോ എന്നൊക്കെയുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് ഹയറാർക്കി ലെവലായാലും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പബ്ലിക് സർവീസ് തന്നെയാണ്. അപ്പം അത് ഒരു ഡൗട്ടും ഇല്ലാതെ, അത് പ്രത്യേകിച്ച് നിങ്ങൾ ഗവൺമെൻറ് ജോലിയിലേക്ക് കയറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറയണേ, നിങ്ങളിപ്പോൾ സാലറി ആണെങ്കിലും ജോബ് സ്റ്റെബിലിറ്റി ഇതെല്ലാം അവിടെ നിന്നോട്ടെ, പക്ഷേ സർവീസ് എന്ന് പറയുന്നതായിരിക്കണം എല്ലാത്തിലും ഉപരിയായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത ഒരു കാര്യം. കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ആ ഓരോ ഫയലുകളിലും ഒരു ജീവിതം ഉണ്ട് എന്നുള്ള കാര്യം പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾ ആ ജോലിയിലേക്ക് പ്രവേശിക്കാൻ. അപ്പോൾ ഈ ജോബ് സ്റ്റെബിലിറ്റിയും നമ്മുടെ സാലറി ഒക്കെ തന്നെ അതിനേക്കാൾ താഴെ നിൽക്കാൻ പാടുള്ളൂ. സർവീസ് ആ ഒരു ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത്. സോ അനന്ത, മുന്നോട്ടുള്ള യാത്ര ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, പെട്ടെന്ന് തന്നെ സർവീസ് എന്തായാലും പെട്ടെന്ന് സർവീസിന്റെ ഭാഗമായി മാറാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രോസസ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് രണ്ടുപേർക്കും കൂടി ബാക്കി എക്സ്പീരിയൻസിനോട് ഓൾ ദി ബെസ്റ്റ് പറയാം. ഇത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴും സ്ട്രഗിളിംഗ് പീരീഡിലാണ്. നിങ്ങളും ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും എത്രയും പെട്ടെന്ന് ഈ പറയുന്ന ഗവൺമെൻറ് സർവീസിൻ്റെ ഭാഗമായി മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.
അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. KAS Mentor. Courses offered 10th plus 2 degree level PSC and KAS. Download the app now.